ഹലോ ഫ്രണ്ട്സ്. സോ ഈ മൊഡ്യൂളിനകത്ത് നമ്മൾ ബേസിക്കലി നോക്കാൻ പോകുന്ന ലോക്കൽ എസ് സിഒ ലിങ്ക് ബിൽഡിംഗ് പറ്റിയാണ്. സോ ഇപ്പം വരെ നമ്മൾ ബേസിക്കലി ടിൽ 6 മൊഡ്യൂൾ വരെ നമ്മൾ എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാനാണ് നോക്കിയത്. നൗ വി ആർ ഗോയിങ് ടു ബിൽഡ് ബ്രാൻഡ് ഓർ വി ആർ ഗോയിങ് ടു ബിൽഡ് അതോറിറ്റി. സോ നമ്മൾ അതോറിറ്റി ഫോക്കസ് ചെയ്യാനാണ്. ഗൂഗിളിന്റെ കണ്ണിൽ നമ്മുടെ സൈറ്റ് ഒരു വാല്യൂ ഉള്ള സൈറ്റ് ആണ് നമ്മൾ കാണിക്കാനാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ദ why we wanted to have link building. So link building എന്താണ്ട് പറഞ്ഞാൽ ഒരു ലേമൻ ടേമിൽ പറയുകയാണെങ്കിൽ if I am going to a lawyer, okay, and ആ ലോയറിനെ പറ്റി ഞാൻ എവിടെയും കേട്ടിട്ടില്ല, ഞാൻ ഒരു ആളിനോടും കേട്ടിട്ടില്ല. ഞാൻ ഗൂഗിളിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്ത് ഐ എം നോട്ട് ഗെറ്റിംഗ് എനി റിവ്യൂസ്, എനി ഫീഡ്ബാക്ക്. സോ എനിക്ക് ആ ട്രസ്റ്റ് എന്താ പറയുന്നത്, ആ ലോയറായിട്ട് എൻ്റെ ട്രസ്റ്റ് പോകും. ബട്ട് അതേ ടൈമിൽ സെയിം ടൈമിൽ ഐ വിൽ ഗോ ആൻഡ് ആസ്ക് മൈ ഫ്രണ്ട്സ്. ബട്ട് അതേ ടൈമിൽ നമുക്ക് ഈ ഒരാൾ പറയാണ്, എൻ്റെ ഒരു ഫ്രണ്ട് പറയാണ്, ദാറ്റ് ലോയർ ഈസ് വെരി ഗുഡ്, അവർ നല്ല കേസ് ജയിച്ചിട്ടുണ്ട്, നല്ല ലോയറാണ്. സോ ഇൻ ദാറ്റ് സിനാരിയോ ഓട്ടോമാറ്റിക്കലി ഐ വിൽ ഗോ ടു ഗൂഗിൾ ആൻഡ് ഐ വിൽ സീ ദാറ്റ് ഓൾ ദ റിവ്യൂസ്, ഓൾ ദ ഗുഡ് റിവ്യൂസ്, അവരെ പറ്റി ഒരുപാട് സ്ഥലത്ത് അതിനെ പറ്റി ഡിസ്കഷൻ ഉണ്ടെങ്കിൽ ഐ പേഴ്സണലി ഫീൽ ഓക്കെ, ഐ ആം എൻ സേഫ് ഹാൻഡ്. സെയിം കണ്ടീഷൻ വിത്ത് ഡോക്ടർ. സോ ഇപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഞാൻ പോവാണ്, ഇപ്പോൾ ഞാനൊരു കാർഡിയക് സർജറിക്ക് വേണ്ടി പോവാണ്. സോ ഇൻ ദാറ്റ് സിറ്റുവേഷൻ ഇഫ് ഐ എം ഗോയിങ് ഫോർ ദാറ്റ്, ഐ ഹാവ് ലൈക്ക് ഒരു എന്താ പറയുന്ന പേടി ഉണ്ടായിരിക്കും. ഐ നീഡ് ടു ലുക്ക് ഫോർ എങ്ങനത്തെ ആണോ, എങ്ങനെ ഇഷ്യൂ ആയിരിക്കുമോ. സോ ഇഫ് ഐ എം ഗെറ്റിംഗ് ദാറ്റ് പർട്ടിക്കുലർ ട്രീറ്റ്മെൻറ്റ്, ഐ നീഡ് ടു ലുക്ക് ഇൻ ടു ഓൾ ദോസ് സെഗ്മെൻറ്റ്. സോ അത് എനിക്കിപ്പോൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്താൽ, ലൈക്ക് ആരോട് പറ്റി അവരെ പറ്റി കേട്ടിട്ടില്ല, ആദ്യമായിട്ട് ഞാൻ ആ ഡോക്ടറിനെ തന്നെ കാണുന്നതാണ്. സോ ഐ വിൽ ട്രൈ ടു സെർച്ച് ഓൺ ഗൂഗിൾ. So basically what here we are doing is we try to build a trust based on other people's കോൺസെപ്റ്റ്. സോ സെയിം എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇ-കോമേഴ്സ് ആണെങ്കിൽ ആമസോണിൻ്റെ പ്രോഡക്റ്റ് വാങ്ങുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും എന്താ ചെയ്യുക, റിവ്യൂ വായിക്കും. ബട്ട് റിവ്യൂ ഇല്ലാത്ത പ്രോഡക്റ്റോ നമ്മൾ ഒരിക്കലും ഫസ്റ്റ് ആളാവാൻ നോക്കാറില്ല. ബിക്കോസ് വി ഡോണ്ട് വാണ്ട് ടു ബി ദ ഫസ്റ്റ്. അതേ കാരണം കൊണ്ടാണ് ആളുകൾ പൈസ കൊടുത്തിട്ട് റിവ്യൂ ചെയ്യിപ്പിക്കുന്നത്. ബിക്കോസ് നോ ബഡി വാണ്ട്സ് ടു ബി ദ ഫസ്റ്റ്. ഓക്കെ, സോ ഇൻ ദാറ്റ് സിനാരിയോ ഓൾസോ അവർ ആ റിവ്യൂയുടെ ബേസിസിലാണ് ട്രസ്റ്റ് ബിൽഡ് ആവുന്നത്. സോ ഇവിടെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, ലിങ്ക് ബിൽഡിംഗ് ആക്ച്വലി നമ്മൾ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പോവാണ് ഗൂഗിളിൻ്റെ കണ്ണിനകത്ത്. സോ ഹൗ ടു ബിൽഡ് ലിങ്ക് ബിൽഡിംഗ്? ലിങ്ക് ബിൽഡിംഗ് വെരി സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഒരാൾ നമ്മളെ പറ്റി നല്ലതാണെന്ന് പറഞ്ഞാൽ മാത്രം മതി. സോ ഇപ്പം വേർഡ് ഓഫ് മൗത്തിനകത്ത് നമ്മൾ ഒരാളോട് പറയും. ബട്ട് ഈ ഡിജിറ്റൽ ഫോമിനകത്ത് എങ്ങനെ പറയും? അതാണ് നമ്മളൊരു വെബ്സൈറ്റിലേക്ക് ലിങ്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ആ വെബ്സൈറ്റിനകത്ത് നിങ്ങളുടെ വെബ്സൈറ്റിന് URL ഇടും. സോ ആ URL വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവരതിനെ എന്താ പറയുന്ന വാല്യൂ കൊടുക്കുന്ന പോലെയാണ്, വാല്യൂ പാസ് ചെയ്യുന്ന പോലെയാണ്. സോ ദാറ്റ് ഈസ് വാട്ട് വി ആർ ഗോയിങ് ടു ഡു. ആൻഡ് വാട്ട് വിൽ ഹാപ്പൻ വെൻ യു ഗെറ്റ് ലിങ്ക്സ് ഫ്രോം ഡിഫറെൻറ്റ് സൈറ്റ്സിന് നിങ്ങളുടെ സൈറ്റിനകത്തോട് ലിങ്ക് കിട്ടുമ്പം ബേസിക്കലി എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഗൂഗിളിനൊരു ട്രസ്റ്റ് വരും. ഈ സൈറ്റ് ഈ പർട്ടിക്കുലർ കീവേഡ്സിന് വേണ്ടി റാങ്ക് ചെയ്യേണ്ടതാണ്. ബിക്കോസ് ഇത് ഒരുപാട് പേര് ഇവരെ പറ്റി സംസാരിക്കുന്നുണ്ട്. മേ ബി ദിസ് ഈസ് ദ ഗുഡ് സൈറ്റ് ടു. സോ അതിൽ നമ്മളിപ്പോൾ ഒരു ട്രാക്ക് ചെയ്യുന്ന എങ്ങനെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ, നമ്മളൊരു DA ആദ്യമെല്ലാം പേജ് റാങ്ക് ആയിരുന്നു. സോ ഗൂഗിൾ ഒരു അതോറിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു PR എന്ന് പറഞ്ഞിട്ട്. ബട്ട് 2012 മുതൽ അവർ അത് നിർത്തി. ബിക്കോസ് അതിനെ വെച്ചിട്ട് ഒരുപാട് പേര് സ്പാം ചെയ്യുമായിരുന്നു. സോ അത് കഴിഞ്ഞിട്ട് വേറെ നമുക്ക് ഓപ്ഷൻ വന്നത് വേറെ ഒരു ടൂൾ, ഗൂഗിളെ പോലെ തന്നെ വേറെ ഒരു ടൂൾസ്, ദാറ്റ് ഈസ് ലൈക്ക് മോസ് എന്ന് പറയും. ആ മോസ് ആക്ച്വലി നമുക്കൊരു അതോറിറ്റി കോഡ് തരും. അതിനെയാണ് നമ്മൾ DA എന്ന് പറയുന്നത്. അവരുടെ ഒരു റേറ്റിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ വേറെ ഒരു ടൂൾ എടുക്കുകയാണെങ്കിൽ, ഇപ്പം SEMrush എടുക്കുകയാണെങ്കിൽ അവരുടെ ഒരു റേറ്റിംഗ് വേറെ തന്നെയാണ്. ഇപ്പോൾ Ahrefs എടുക്കുകയാണെങ്കിൽ അവരുടെ റേറ്റിംഗ് വേറെയാണ്. സോ എവ്രി വൺ ഹാവ് ദിയർ ഓൺ റേറ്റിംഗ്സ്. സോ നമ്മളിപ്പോൾ മോസ് ഇച്ചിരി കൂടെ അവൈലബിൾ ആണ്, ഇച്ചിരി കൂടെ ഫേമസ് ആണ് ആ പർട്ടിക്കുലർ സെഗ്മെന്റിനകത്ത്. നമ്മൾ ആ മോസിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. മോർ DA ഈക്വൽ ടു 0 to 100 റേഞ്ച് ആണ് DA വരുന്നത്. സോ ദ മോർ ദ DA, ദ ഹയർ ദ ക്വാളിറ്റി ഓഫ് ദ സൈറ്റ്. സോ നമുക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മുടെ സൈറ്റിന്റെ ക്വാളിറ്റി നമുക്ക് കൂട്ടാനാണ് നോക്കേണ്ടത്. സോ എത്ര കൂടുതൽ നമുക്ക് ലിങ്ക്സ് കിട്ടും, അതിൻ്റെ അനുസരിച്ച് എത്ര ക്വാളിറ്റി ലിങ്ക്സ് കിട്ടും. സോ ഇവിടെ ഒരു സെഗ്മെന്റ് ഉണ്ട്. ഒരു ഡോക്ടറിനെ റിക്കമെൻഡ് ചെയ്യുന്നതിന് ഒരു ട്രസ്റ്റ് കൂടുതലായിരിക്കും ദാൻ എ ലോയർ ഒരു ഡോക്ടറിനെ റിക്കമെൻഡ് ചെയ്യുന്നതിന്. ബിക്കോസ് ഡോക്ടർ നോസ് എക്സാക്ട്ലി വാട്ട് ദാറ്റ് പർട്ടിക്കുലർ ഡോക്ടർ ഈസ്. സോ അവിടെ ഒരു ട്രസ്റ്റ്. അതേപോലെ തന്നെ ഇവിടെയാണ്. സോ ഹയർ അതോറിറ്റി സൈറ്റ്സ് നമ്മളെ റിഫർ ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ആ ലിങ്കിൻ്റെ വാല്യൂ കൂടും. സോ ഹൗ വി ട്രാക്ക് ഇറ്റ് ബേസ്ഡ് ഓൺ DA. സോ ലെറ്റ് മീ ഷോ യു ഹൗ വി ട്രാക്ക് DA. സോ നമ്മൾ DA ചെക്കറിന് മാത്രം സെർച്ച് ചെയ്താൽ മതി, അല്ല പിന്നെ മോസ് അടിച്ചാൽ മതി. സോ ഐ വാണ്ടഡ് ടു ജസ്റ്റ് DA ചെക്കർ. സോ ഡൊമൈൻ അതോറിറ്റി ചെക്കർ. സോ ഇത് മോസിൻ്റെ തന്നെ സൈറ്റ് വരും, ഫ്രീ ഡൊമൈൻ അനാലിസിസ് ടൂളാണ്. സോ ഐ ക്യാൻ ഗോ ഹിയർ ആൻഡ് ഐ ക്യാൻ ചെക്ക് മൈ DA. സോ എത്രയാണ് DA എത്രയാണെന്ന് നമുക്ക് കാണാൻ പറ്റും. സോ ലെറ്റ് മീ പുട്ട് മൈ വെബ്സൈറ്റ് avivdigital.in. So let's analyze my site. So
You can see that my domain authority is 29. It's around 30. Linking root domain എത്ര ലിങ്ക്സ് എനിക്ക് അക്വയർ ചെയ്തിട്ടുണ്ട് 444 പേര് എന്നെ പറ്റി സംസാരിക്കുന്നുണ്ട്. They are talking about me. And I am ranking for around 263 keywordsന് വേണ്ടി ഞാൻ ടോപ്പിൽ റാങ്ക് ചെയ്യുന്നുണ്ട്. സ്പാം സ്കോർ ലൈക്ക് എത്ര അതിനെ മിസ്യൂസ് ചെയ്തിട്ടുണ്ട്, എത്ര സ്പാമി ലിങ്ക്സ് നമ്മൾ ബിൽഡ് ചെയ്തിട്ടുണ്ട്. We haven't got check, 0 spamming link ആണ്. So that's the way how we get to know. So this is domain authority, this is DA. So നമ്മൾ ഏത് വെബ്സൈറ്റിൽ നിന്ന് എടുക്കാൻ പോകുന്ന ലിങ്ക്സ് എല്ലാം നമുക്കൊരു DA authority, good DA authority ഉള്ള വെബ്സൈറ്റ്സ് വേണം. Let me show you another site, vpnair.com, and let's analyze their domain authority. So basically what I am doing is I check the domain authority എത്ര കൂടുതൽ വാല്യൂ ഉണ്ടായിരിക്കും. Now see, vpnair.com 15 ഡൊമൈൻ അതോറിറ്റി ആണ്, ബട്ട് അതിനെത്രയാണ് 29 ആണ്. സോ ഈ 29-ന് ഒരു ലിങ്ക് കിട്ടുവാണെങ്കിൽ ആ ലിങ്കിന് വാല്യൂ കൂടുതലായിരിക്കും ദാൻ 15. ഇവിടെ ഒരു സിറ്റുവേഷൻ കൂടെ വരും, റിലവൻസി. ഇപ്പം നമ്മുടെ ബിസിനസ്സും ആ 29-ന്റെ ബിസിനസ്സും അല്ലെങ്കിൽ പിന്നെ 15-ന്റെ ബിസിനസ്സും, ഇപ്പം എൻ്റെ ബിസിനസ് 15-ന്റെ ബിസിനസ് 15 DA ഉള്ള ബിസിനസ്സായിട്ട് മാച്ച് ചെയ്യുന്നതാണെങ്കിൽ, ഈവൻ ദോ 29-ന്റെ ബിസിനസ് അത്ര മാച്ച് ചെയ്യാത്തതാണെങ്കിൽ ഈ 15-ന്റെ വാല്യൂ കൂടുതലായിരിക്കും. ബിക്കോസ് റിലവൻസി ഓൾസോ മാറ്റേഴ്സ്, ലൈക്ക് ഓഡിയൻസ്, റിലവൻറ്റ് സെഗ്മെന്റ്. സോ ദാറ്റ് ഇസ് ലൈക്ക് അതോറിറ്റി ഓൾസോ മാറ്റേഴ്സ് സെക്ഷൻ. അതേ ടൈമിൽ ഇപ്പം 15 വേഴ്സസ് ഒരു 90 DA ഉള്ള സൈറ്റിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഹിയർ ഇസ് ഓൾസോ റിലവൻസി മാറ്റേഴ്സ്. സോ റിലവൻറ്റ് ആണെങ്കിൽ ലൈക്ക് ഇപ്പം ലോക്കൽ ലൊക്കേഷൻസിൻ്റെ ആണ്. ഇപ്പം ജസ്റ്റ് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ലൊക്കേഷനിലാണ് റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആ ലൊക്കേഷൻ്റെ ഒരു സൈറ്റാണ് വിച്ച് ഹാസ് ലൈവിങ് ഗുഡ് ലൈക്ക് 20-30 DA ഉള്ള സൈറ്റാണ്. അതേ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഗ്ലോബൽ സൈറ്റിന് 60-70 DA കിട്ടുവാണെങ്കിൽ, ഡിപ്പെൻഡ് ഓൺ ദ വെബ്സൈറ്റ്സ്. ഇപ്പം ആ 90-നേക്കാളും വാല്യൂ ചില സമയത്ത് നമുക്ക് 30 DA കിട്ടും, ബിക്കോസ് ദാറ്റ് ഈസ് സ്പെസിഫിക്കലി ആ തർട്ടിക്കൽ ലൊക്കേഷൻ ആണെങ്കിൽ. ഈ ലിങ്കിൻ്റെ വാല്യൂ ചിലപ്പോൾ നമ്മുടെ ഗ്ലോബൽ കീവേഡ്സ്, നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്ലോബൽ കീവേഡ്സിനെ ഇത് ഈ പർട്ടിക്കുലർ 90 വരുന്നത് ലിങ്ക് നമ്മുടെ റാങ്കിങ്ങിനെ ബൂസ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് എഫക്റ്റീവ് ആയിരിക്കും. ബട്ട് ടു ഇൻക്രീസ് മൈ ലോക്കൽ റാങ്കിങ്, ഈ ലിങ്ക് ഈവൻ ദോ 30 DA ഉള്ള ലിങ്കും അതായിരിക്കും കൂടുതലായിട്ട് ആക്റ്റീവ് വരുന്നത്. സോ ദാറ്റ് ഈസ് ദ ലിങ്ക് കോൺസെപ്റ്റ്. സോ ലിങ്ക് 2 ടൈപ്സ് ഓഫ് ലിങ്ക് ആണ് വരാറ്. ഒന്ന് ഡു ഫോളോ ലിങ്ക്, ഒന്ന് നോ ഫോളോ ലിങ്ക്. അതർ ദാൻ ഇത് കൂടാതെ വേറെ സെക്ഷൻസ് ഉണ്ട്, ലൈക്ക് സ്പോൺസേർഡ് ലിങ്ക്. നമ്മൾ ആരോട് പൈസ വാങ്ങിയിട്ട് ലിങ്ക് കൊടുക്കുകയാണെങ്കിൽ സ്പോൺസേർഡ് ലിങ്ക് കൊടുക്കണം. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, യൂസർ ജനറേറ്റഡ് കണ്ടന്റ് ലിങ്ക്, UGC ലിങ്ക്സ്, അത് വേറെ ഒരു സെഗ്മെന്റ് ആയിട്ട് ലിങ്ക് ആണ്. ബേസിക്കലി നോ ഫോളോ ആൻഡ് ഡു ഫോളോ ആണ്. ഡു ഫോളോ ലിങ്ക് എന്താണെന്ന് പറഞ്ഞാൽ ഇറ്റ് പാസസ് ദ വാല്യൂ. ആ വെബ്സൈറ്റിന് ഇപ്പം 29 DA ആണ് എൻ്റെ വെബ്സൈറ്റിന്, ഞാനൊരു ലിങ്ക് ഒരാൾക്ക് ഡു ഫോളോ കൊടുക്കുകയാണെങ്കിൽ ആ 29-നകത്തുള്ള കുറച്ച് വാല്യൂ അങ്ങോട്ടും പോകും. ബട്ട് അതേ ടൈമിൽ ഞാൻ ഈ DA 29 വെബ്സൈറ്റ്സിനകത്ത് ഒരു നോ ഫോളോ ലിങ്ക് കൊടുക്കുകയാണ്, ബോത്ത് ലിങ്കിനകത്ത് ആളുകൾ പോകും, വരും ക്ലിക്ക് ചെയ്യും, ആളുകൾ ആ സൈറ്റിനകത്ത് ഇട്ടും, വരും ക്ലിക്ക് ചെയ്യും, ആ സൈറ്റിനകത്ത് ഇട്ടും. സോ ഇപ്പോൾ ഇൻ ദിസ് സിനാരിയോ വെൻ ഐ എം ഗിവിംഗ് നോ ഫോളോ ലിങ്ക്, ദ വാല്യൂ വിൽ ബി ലെസ്. സോ നമുക്ക് വാല്യൂ പാസ് ആവത്തില്ല. സോ വി നീഡ് ടു മേക്ക് ഷുവർ ദാറ്റ് വി ഷുഡ് ഗെറ്റ് ഡു ഫോളോ ലിങ്ക്. അതാണ് നമുക്ക് കിട്ടേണ്ടത്. സോ ദാറ്റ് ഇസ് ദ ലൈക്ക് ബേസിക് കോൺസെപ്റ്റ് വി നീഡ് ടു ഫോക്കസ് ഓൺ. നൗ ലെറ്റ്സ് കോൺസെപ്റ്റ് ലൈക്ക് എങ്ങനെ നമുക്ക് ഈ ലോക്കൽ ബേസ്ഡ് ബിസിനസ്സിനകത്ത് ലിങ്ക്സ് എങ്ങനെ അക്വയർ ചെയ്യാൻ പറ്റും. ബിക്കോസ് നോർമൽ ഒരു എന്താ പറയുക ബിസിനസ് ആണെങ്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ലിങ്ക് അക്വയർ ചെയ്യാൻ. വെൻ ഇറ്റ്സ് കംസ് ടു ലോക്കൽ ബിസിനസ് we have very limited option. So let's go and start one by one. Let's see that. First one, local sponsorship. So ഇപ്പോൾ നമ്മുടെ ലോക്കൽ ഏരിയനകത്ത് ഇപ്പോൾ കോളേജസ് കണ്ടുപിടിക്കാം. ഇവിടെ നമുക്കൊരു മാനുവൽ എഫേർട്ട് ഇടണം. ഏതേത് സ്ഥലത്താണ് ഈ വെബ്സൈറ്റ്സ് ഉള്ളത് നമുക്കത് ഫൈൻഡ് ചെയ്യണം. നമ്മുടെ ഫ്രണ്ട് സർക്കിളിനകത്ത് ചോദിക്കണം, നമ്മുടെ ഏരിയയിലടുത്ത് ചോദിക്കണം. സോ ട്രൈ ടു ഫൈൻഡ് ദ വെബ്സൈറ്റ് വിച്ച് ദോസ് വെബ്സൈറ്റ് വിച്ച് ഇസ് നിയർ ടു അവർ ലൊക്കേഷൻ. അല്ല പിന്നെ നമ്മുടെ ഏരിയനകത്തുള്ള വെബ്സൈറ്റ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യാം. ആ വെബ്സൈറ്റിനകത്തോട്ട് ഹൗ വി ക്യാൻ ഗെറ്റ് എ ലിങ്ക്, എങ്ങനെ ആണെങ്കിലും നമുക്ക് ആ ലിങ്ക് അക്വയർ ചെയ്യാൻ വേണ്ടി നോക്കണം. സോ ഗൂഗിൾ സേസ് ദാറ്റ് ഡോണ്ട് ഗോ ആൻഡ് പേ ഫോർ ലിങ്ക്സ്. ഗൂഗിൾ വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇസ് എ പെയ്ഡ് ലിങ്ക്. ദേ വിൽ ഗോയിങ് ടു ഡിമോണിഷ് യുവർ റാങ്കിങ്. ബട്ട് ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു ഫ്രണ്ട് ആണെങ്കിൽ ഐ ക്യാൻ ആസ്ക് യു, എടാ ഒരു ലിങ്ക് എനിക്ക് ഷെയർ ചെയ്ത് തരുമോ? യു വിൽ സേ ഓക്കെ, ഐ വിൽ ഡു ദാറ്റ്. Whenever you do this way, try to make sure that don't go for the keywords, exact keywords. ഇപ്പം നിങ്ങൾ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കീവേഡ് എന്തായിരിക്കും? ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഇൻ കാലിക്കറ്റ്, അതിൻ്റെ എക്സാക്ട് കീവേഡാണ്. ഇഫ് you are giving my link back to with that keyword, make sure that relevant ആയിട്ട് കണ്ടന്റിന് നിങ്ങൾ എനിക്ക് തരണം. ചുമ്മാ എവിടുന്ന് എടുത്തിട്ട് എനിക്ക് ലിങ്ക് തരാതെ റിലവൻറ്റ് ആയിട്ട് കണ്ടന്റ് തരണം. ഇപ്പം റിലവൻറ്റ് ആയിട്ട് കണ്ടന്റ് ഇല്ലെങ്കിൽ ഇൻ ദാറ്റ് കേസ് യു ഗിവ് ടു മൈ ഡൊമൈൻ ലൈക്ക് avivdigital.in. ആ ഡൊമൈനകത്തോട്ട് ലിങ്ക് എന്നാൽ അത് സേഫ് ആയിരിക്കും.
സോ ദർ ആർ ആങ്കർ ടെക്സ്റ്റ് കോൺസെപ്റ്റ്സ് ഉണ്ട്. നമ്മൾ ഈ ലിങ്ക് കൊടുക്കുന്ന ആങ്കർ ടെക്സ്റ്റ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട് ഓൺ പേജ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത്. ആ ആങ്കർ ടെക്സ്റ്റ് ട്രൈ ടു അവോയ്ഡ് ഗെറ്റിംഗ് ഒരു ആങ്കർ ടെക്സ്റ്റ് 100 ലിങ്ക് നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഓൺലി ഗെറ്റ് 5% ഫ്രോം യുവർ എക്സാക്ട് കീവേഡ്. ഏത് കീവേഡിന് വേണ്ടിയാണ് റാങ്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? 100-നകത്ത് ഒരു 5% റേഞ്ച് ആണ്. ഒരു 5 to 10% വരെ പോകാൻ പറ്റും. ആ റേഞ്ച് നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക എക്സാക്ട് കീവേഡ്. ബാക്കി കീവേഡ്സിനകത്ത് ഒരു 50% അറൌണ്ട് യുവർ ഡൊമൈൻ നെയിം, യുവർ ബ്രാൻഡ് നെയിം, അതിനെ ഫോക്കസ് ചെയ്യുക. പിന്നെ കീവേഡ് പ്ലസ് നിങ്ങളുടെ ബ്രാൻഡ് നെയിം അങ്ങനെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പിന്നെ മിസ്ലീനിയസ് ലൈക്ക് ക്ലിക്ക് ഹിയർ, റീഡ് മോർ, അങ്ങനത്തെ ക്ലിക്സ് എല്ലാം നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ ടാർഗറ്റ് ലോക്കൽ സ്പോൺസർഷിപ്പ്, കോളേജസ്, NGOs, ഇവരെല്ലാം നമുക്ക് നോക്കാൻ പറ്റും. ദെൻ ഹോസ്റ്റ് എ ലോക്കൽ കമ്മ്യൂണിറ്റി ഇവന്റ്. യു ക്യാൻ റൺ എൻ ഇവന്റ്, അതിന് വേണ്ടി സ്പോൺസർഡ് ചെയ്യാം. അതിൻ്റെ ഒരു എന്താ പറയുക, ഇപ്പം നമ്മൾ മനോരമ ഓൺലൈനകത്ത് അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ എഴുതുക. ആ ആർട്ടിക്കിളിൻ്റെ ലിങ്ക് നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് വരാൻ നോക്കുക. മോസ്റ്റ് ഓഫ് ദ ടൈം ഐ സീ ദാറ്റ് ഒരുപാട് പേര് ഈ മനോരമ ഓൺലൈൻ അങ്ങനത്തെ ഒരു വലിയ വലിയ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യമാണ് പറയുന്നത്. അവർ അഡ്വർടൈസ്മെന്റ് ചെയ്യും, ബട്ട് ദേ ഫോർഗെറ്റ് ടു ഗെറ്റ് ലിങ്ക് ബാക്ക് ഫ്രോം ദം. ഈ ന്യൂസ് പോർട്ടൽ സൈറ്റ്സിൻ്റെ എല്ലാം നല്ല അതോറിറ്റി അല്ലേ, നല്ല ട്രാഫിക് അല്ലേ. സോ ട്രൈ ടു ഗെറ്റ് ലിങ്ക് ബാക്ക് ടു യുവർ വെബ്സൈറ്റ്. Create local resource pages. Local resource pages basically, I'm in Calicut, I can create what are the good places to visit, what are the best hotels to go, what are the restaurant, what are the things, what are the fun activity, what are the places. Idar resource page undakite what I will do, I will ask other people to link back to my that particular section. So that is also increases the chances of getting link back to that particular page. So resource page create kiya. Sponsor a സ്കോളർഷിപ്പ് പ്ലാൻ ചെയ്യാം. സോ സ്കോളർഷിപ്പ് നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ എന്താണ് അറിയാൻ മതി. ഇപ്പം ലൈക്ക് നമ്മളൊരു സ്കോളർഷിപ്പ് കൊടുക്കാൻ പ്ലാൻ ചെയ്ത്, സോ വി നീഡ് ടു റീച്ച് ഓൾ ദ കോളേജസിനകത്ത് നമ്മൾ റീച്ച് ചെയ്തിട്ട് പറയും നിങ്ങളുടെ ന്യൂസ് ആൻഡ് ഇവന്റിനകത്ത് ഈ സ്കോളർഷിപ്പിനെ പറ്റി മെൻഷൻ ചെയ്യുക, നമ്മുടെ വെബ്സൈറ്റിനകത്തോട്ട് ലിങ്ക് ചെയ്യുക. സോ ദർ ആർ സോ മെനി വെബ്സൈറ്റ് ഹാസ് ഡൺ ഇൻ ദ പാസ്റ്റ് ഈ പർട്ടിക്കുലർ ആക്ടിവിറ്റി. സോ ഇവിടെ സ്കോളർഷിപ്പ് നിങ്ങളൊരു 1 lakh സ്കോളർഷിപ്പ് കൊടുക്കാൻ പോവാണ്. ആൻഡ് go and reach out to all the colleges near to your location. എത്ര കോളേജസ്, സ്കൂൾസ് എല്ലായിടത്ത് പോയിട്ട് പറയാം this is the thing, this is സ്കോളർഷിപ്പ് കൊടുക്കുന്ന ഈ പർട്ടിക്കുലർ ആക്ടിവിറ്റി ആണ് ചെയ്യേണ്ടത്. can you go and mention this is in your website? again try to get a link to your website. അതാണ് നമ്മുടെ ഒരു ഒബ്ജക്റ്റീവ്. എങ്ങനെ നമുക്ക് ഇനിയും ക്രിയേറ്റീവ് ആവാൻ പറ്റും നിങ്ങൾക്ക്. സോ എങ്ങനെ നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ട് ലിങ്ക് അക്വയർ ചെയ്യാൻ പറ്റും, അതാണ് നിങ്ങൾക്ക് ഇവിടെ ഫോക്കസ് ചെയ്യേണ്ട സെക്ഷൻസ്. ദെൻ പിച്ച് എ ഗസ്റ്റ് പോസ്റ്റ് ഓൺ എ ലോക്കൽ സൈറ്റ്. ഗസ്റ്റ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ വേറെ ആളുടെ വെബ്സൈറ്റിനകത്ത് പോയിട്ട് കണ്ടന്റ് എഴുതുന്നതാണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ഗസ്റ്റ് പോസ്റ്റ്. സോ നിങ്ങളുടെ ഏരിയയിൽ ആ പർട്ടിക്കുലർ ഇപ്പോൾ കാലിക്കറ്റ് ആണെങ്കിൽ കാലിക്കറ്റ് ഫോക്കസ് ബ്ലോഗ്സ് ഏതാണ്, ബ്ലോഗേഴ്സ് ഏതാണ്, അവരോടെല്ലാം നമ്മൾ അവരുടെ വെബ്സൈറ്റിനകത്തോട്ട് എനിക്കൊരു ആർട്ടിക്കിൾ തരുമോ. ഈവൻ ദോ ചില സമയത്ത് ഈ ആർട്ടിക്കിൾ എഴുതാൻ വേണ്ടി അവർ പൈസ വാങ്ങും. So you give that money and get the link back to your websites. So that is like guest post, pitching guest post. Then host an interview with local celebrity and promote on local news sites. Obviously ഇപ്പം നിങ്ങൾക്ക് ഒരു സെലിബ്രിറ്റി വന്നിട്ട് നിങ്ങളുടെ അടുത്ത് ഒരു അത് ചെയ്യുവാണെങ്കിൽ try to promote that news as much as possible. Go to all news channels, go to radio, everywhere, wherever you can get the link back. സോ ഒരു ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്ന സാധ്യത ഉള്ള സ്ഥലത്തെല്ലാം പോയിട്ട് നിങ്ങൾ എന്താ ചെയ്യുക, ലിങ്ക് ബാക്ക് കൊണ്ടുവരാൻ നോക്കും. സോ ദിസ് ഈസ് ദ വേ ഹൗ യു കൺസിഡർ ടു അക്വയറിംഗ് ലിങ്ക്. ഇതൊരു കൂടാതെ നമ്മൾ സൈറ്റേഷനെ പറ്റി നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ സൈറ്റേഷൻ വി ഹാവ് ഓൾറെഡി ഡൺ. citation sections we have already done. We have seen that particular section. So this is the process how you go and build local SEO link building. So hope this is like more conceptual concept type. So it's kind of how you can get a link to your website. That is the process you have to follow. So that's it in this video, and see you guys in next module. That's going to be our next module. Let's see that what will be our next module. Hold it, and let's module is tools setup. So tools account setup, what are the tools we need to set up for the businesses, we need to look into the next video. So that is the module number, so we will be looking into in next video. Hope you like this video. This is more conceptual, this is more kind of activity kind of things. So this is the concept, how to get links, that's the process, and I will publish more content on that particular section coming future videos. So hope you will be keep watching our videos and learning. So that's it in this video. If you like, and if you have any specific question, you can always leave a comment below, and I love to answer them. And that's it in this video. See you guys in next video. Till then, bye bye, take care and keep learning.